പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിൽ ദൈവവചനം ചിന്തിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ ശബ്ദവും സ്ക്രീനും നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നു എന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ലേവ്യ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മാനവരാശിക്ക് വേണ്ടിയുള്ളതായ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് നാം ചിന്തിപ്പാനായിട്ടിടയായി. യാഗങ്ങൾ എപ്രകാരമാണ് വീണ്ടെടുപ്പിന്റെ മുന്നോടിയായി നിൽക്കുന്നതെന്നും വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനത്തിന് ശുദ്ധീകരണം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നും നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന ആ വലിയ പാപ പരിഹാര യാഗത്തെക്കുറിച്ചുള്ളതായ വിശദമായ പഠനം ലേവ്യ പുസ്തകത്തിൽ കാണുവാനായിട്ടിടയായി. ഒടുവിൽ ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്നതായ 7 ഉത്സവങ്ങൾ നമ്മുടെ വീണ്ടെടുപ്പുമായിട്ടുള്ളതായ ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിവർത്തീകരിക്കപ്പെട്ടതായ ഇനി നിവർത്തിക്കപ്പെടുവാൻ ഇരിക്കുന്നതായ ശുശ്രൂഷകളുടെ വിശദീകരണം നാം മനസ്സിലാക്കുവാനായിട്ടിടയായി. വളരെ വിലപ്പെട്ടതായ ഒരു പുസ്തകത്തിന്റെ ചുരുക്കമായ ചിന്തയാണ് ലേവ്യ പുസ്തകത്തിൽ നാം കാണുവാനായിട്ടിടയായി തീർന്നത്. തുടർന്ന് വേദപുസ്തകത്തിലെ 4-ാമത്തെ പുസ്തകമായ ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യാപുസ്തകത്തിൽ നാം ചുരുക്കമായി ചിന്തിപ്പാനായിട്ട് പ്രവേശിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ വിശദമായി നമുക്ക് പഠിക്കുവാനുണ്ടെങ്കിലും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ടോപ്പിക്കിനുള്ളതായ ബന്ധത്തിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ വീക്ഷണത്തിലാണ് നാം സംഖ്യാപുസ്തകം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇൻ ദ വ്യൂ ഓഫ് ദ റിഡംഷൻ പ്ലാൻ ഓഫ് ഗോഡ് ത്രൂ ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്. സംഖ്യാപുസ്തകത്തിൽ ദൈവിക വീണ്ടെടുപ്പിന്റെ പദ്ധതി എങ്ങനെയാണ് എന്ന് നാം ചിന്തിക്കുകയാണ്. പ്രാരംഭമായി നമുക്ക് സംഖ്യാപുസ്തകത്തിന്റെ 33-ാം അധ്യായം 2-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. ചാപ്റ്റർ 33 വേഴ്സസ് 2. ഇസ്രായേൽ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ മതി. പ്രൈസ് ദി ലോർഡ്. മോശ എഴുതി വെച്ചു എന്നാണ് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നത്. സാധാരണ പുസ്തകം എഴുതുന്നത് പോലെ തുടർമാനമായി എഴുതുകയല്ല സംഖ്യാപുസ്തകത്തിൽ മോശ ചെയ്തത്. അപ്പോഴപ്പോൾ നടക്കുന്നതായ സംഭവങ്ങൾ കുറിപ്പുകളായി, ചെറിയ ചെറിയ നോട്ട്സുകളായി കുറിക്കുകയായിരുന്നു മോശ ചെയ്തത് എന്നാണ് വേദപണ്ഡിതാക്കന്മാർ ഇതോടുള്ളതായ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം. അത് വിശദമായി നമുക്ക് സംഖ്യാപുസ്തകത്തിന്റെ 36 അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സംഖ്യാപുസ്തകത്തെ നാം ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ വീക്ഷണകോണിൽ കൂടെ കാണുമ്പോൾ പ്രധാനമായും നാം പഠിക്കുന്നതായ 5 ടോപ്പിക്കുകളാണ് കവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. 5 ഹെഡിങ്ങുകളാണ്, അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ടതായ ടോപ്പിക്കുകൾ. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബുക്ക്, പുസ്തകത്തിന്റെ ഒരു ആമുഖം. രണ്ടാമത് മരുഭൂമിയിലെ പ്രധാനപ്പെട്ടതായ സംഭവങ്ങൾ, ഏതാണ്ട് എടുത്തു പറയത്തക്ക
22 സംഭവങ്ങൾ ഈ മരുഭൂപ്രയാണത്തിൽ ഇസ്രായേൽ മക്കൾ അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മരുഭൂമിയിലെ പ്രധാന സംഭവങ്ങൾ, അതാണ് സെക്കൻഡ് ടോപ്പിക്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൽ നാം പരിചയപ്പെടുവാൻ പോകുന്ന ചില വ്യക്തികളുണ്ട്. ചിലരെ നമുക്ക് ജീവിതത്തിൽ മാർഗദർശികളായി, മോഡലുകളായി, അല്ലെങ്കിൽ നമ്മുടെ ഹീറോസായി കരുതേണ്ടതായ ചില വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ നാം യാതൊരു കാരണവശാലും പിൻപറ്റേണ്ടാത്തതായ സ്വഭാവ വിശേഷങ്ങളോട് കൂടിയതായ വ്യക്തികളുമുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ വ്യക്തികളെ കണ്ട് അവരുടെ സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ കടന്നു വന്നാൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ വാഗ്ദത്ത കനാനിലേക്ക് നാം എത്തുകയില്ല എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഏതാണ്ട് 6ഓളം നന്മയുടെ ഉദാഹരണങ്ങളായ വ്യക്തികളെ കാണുവാൻ കഴിയുമ്പോൾ മറുഭാഗത്ത് ഏതാണ്ട് അത്രയും തന്നെ തിന്മയുടെ ഉദാഹരണങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ നന്മ എത്രയാണോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, അതുപോലെ തന്നെ തിന്മയുടെ മൂർത്തിഭാവങ്ങളെയും നാം നേരിടേണ്ടതുണ്ട്. നന്മ നിറഞ്ഞ വഴിയിൽ കൂടെ മാത്രമല്ല നമുക്ക് പോകേണ്ടത്. ആ നന്മ നിറഞ്ഞതായ വഴി ദൈവം ഒരുക്കുമ്പോൾ തന്നെ സാത്താൻ ഒരുക്കുന്നതായ തോൽവിയുടേതായ അനുഭവങ്ങൾ ആ വഴിയിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തെ ഒരു സ്പിരിച്വൽ വ്യൂവിൽ കൂടെ നാം കാണുമ്പോൾ എവിടെയാണ് നമുക്ക് തോൽവി പറ്റുവാൻ സാധ്യതയുള്ളത്, അതിനെ എങ്ങനെ നമ്മൾ ഒഴിഞ്ഞു പോകണം, ഏത് വിഷയത്തിലാണ് നാം ജയം പ്രാപിക്കേണ്ടത്, ഏത് വിഷയം നാം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് സംഖ്യാപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്, കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏതാണ്ട് 10 പ്രതിരൂപങ്ങൾ നമുക്ക് ഈ സംഖ്യാപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അത് ഓരോന്നും വീണ്ടെടുപ്പിലേക്ക് നമ്മെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ 10 പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് നമ്പേഴ്സ്, അത് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ വീണ്ടെടുപ്പിലേക്ക് അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിവർത്തീകരിക്കപ്പെട്ടതായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒടുവിൽ കൺക്ലൂഷനായിട്ട് ആ വീണ്ടെടുപ്പ് എങ്ങനെയാണ് പൂർത്തീകരണത്തിലേക്ക് വരുന്നതെന്നും കൂടെ ചിന്തിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ റിഡംഷൻ ഓഫ് മാൻകൈൻഡ് by our God through the book of Numbers എന്നുള്ളതായ ടോപ്പിക്കിൽ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സംഖ്യാപുസ്തകത്തിന്റെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് പുസ്തകത്തെ കുറിച്ചുള്ളതായ ഇൻട്രൊഡക്ഷനാണ്. പുസ്തകത്തെ കുറിച്ചുള്ളതായ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമുഖത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, ദൈവം തന്റെ സഭയെ രൂപീകരിക്കുന്നത് ഈ ആദ്യത്തെ പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്നീ പുസ്തകങ്ങളിലാണ്. ആ പുസ്തകങ്ങളിൽ ദൈവസഭയെ കുറിച്ചുള്ളതായ നിർണയങ്ങളും ദൈവസഭയെ എങ്ങനെയാണ് ദൈവമായ കർത്താവ് ഒരുക്കിയതെന്നും എങ്ങനെയാണ് ആ ദൈവസഭയെ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതായ വിഷയങ്ങൾ നമുക്ക് പുറപ്പാട്, ലേവ്യ, സംഖ്യ എന്നീ പുസ്തകങ്ങളിൽ
വളരെ വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിലേക്ക് നാം കടക്കുകയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ എന്നീ പുസ്തകങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഇത് പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പെന്ററ്റോക്ക് എന്ന് പറയുന്നതായ മോശയുടെ ആ 5 പുസ്തകങ്ങളിൽ 4ാമത്തെ പുസ്തകമാണ് സംഖ്യാപുസ്തകം. ഈ സംഖ്യാപുസ്തകത്തിന് പേര് വരാൻ കാരണം അതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ കംസ് ഫ്രം ദ ഗ്രീക്ക് അരിത്മോയി എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആ സംഖ്യാപുസ്തകം എന്നതായ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന ഇംഗ്ലീഷ് പേര് ആ പുസ്തകത്തിനുണ്ടാകാൻ കാരണം. അരിത്മോയി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, കണക്ക് പഠിച്ചിട്ടുള്ളവർക്കറിയാം, അരിത്മാറ്റിക്സ് എന്ന് പറയുന്നത് ഗണിതശാസ്ത്രത്തിലെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ ഒരു പ്രത്യേക വിഭാഗമാണ്. സംഖ്യാശാസ്ത്രം, അരിത്മെറ്റിക് എന്ന് പറയുന്നത്. ആ അരിത്മെറ്റിക് എന്ന് പറയുന്നതായ വാക്ക് ഈ അരിത്മോയി എന്നുള്ളതായ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോ സംഖ്യാപുസ്തകത്തിന്റെ ആദ്യവും അവസാനവുമായി 2 സെൻസസ് നമുക്ക് കാണുവാൻ കഴിയും. There are 2 census, the beginning of the book of Numbers and towards the end of the book of Numbers. ഈ 2 സെൻസസ് അല്ലെങ്കിൽ 2 ജനസംഖ്യാ നിർണയങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് സംഖ്യാപുസ്തകം എന്ന് പേര് വരാനായിട്ട് കാരണം. എന്തുകൊണ്ടാണ് 2 സെൻസസ് എടുക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം അവരേറ്റെടുത്തു. ദൈവത്തിന്റെ ന്യായപ്രമാണം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ ദൈവം അവരോട് പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ളതായ നിർണയം എന്ന് പറയുന്നത്, വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് അവർ പോകണം. കനാനിലേക്ക് യഹോവയായി ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്ത ദേശമായ കനാൻ തന്നിരിക്കുന്നു എന്ന് മിസ്രയീമിൽ വെച്ച് പറഞ്ഞു. പക്ഷേ അവിടെ കൈ കിട്ടിയോ? ഇല്ല, അതുവരെ അവിടെ കൈ കിട്ടിയില്ല. ദൈവത്തിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്തൊക്കെ പ്രതിസന്ധികളാണ് അവരെ കാത്തിരിക്കുന്നുള്ള കാര്യം. ആ പ്രതിസന്ധികൾ എന്താണെന്നും അവർ നേരിടേണ്ടതായ ശത്രുക്കളുടെ എണ്ണമോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തേണ്ടതായ രാജാക്കന്മാരുടെ കണക്കോ ഒന്നും ദൈവം ഇസ്രായേൽ മക്കളോട് അറിയിച്ചില്ല, അവരോട് പറഞ്ഞതുമില്ല. പറയാത്തതിന് കാരണം എന്താണ്? അന്ന് വരെ അവർ യുദ്ധം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 400 സംവത്സരം ചുടുകട്ടയും അല്ലെങ്കിൽ ഇഷ്ടികയും മണ്ണുമായി ചൂളയിലെ പ്രവർത്തനവും കനികളിലെ അധ്വാനവുമായിട്ട് അവര് അടിമപ്പണി ചെയ്തത് കൊണ്ട് യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാനോ യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനോ ആയുധം എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഉള്ളതായ അറിവോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ ജനത്തെ ഒരു സുപ്രഭാതത്തിൽ യുദ്ധമുന്നണിയിലേക്ക് നിങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞാൽ അതിൽ ആരും പുറപ്പെടാൻ തയ്യാറാകുകയില്ല. വാഗ്ദത്ത ദേശം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ്, അടിമപ്പണി മതിയെന്ന് പറഞ്ഞ്, ഈജിപ്തിലെ വാസം മതി, അത് മതിയെന്ന് പറഞ്ഞ് അത് തൃപ്തിപ്പെട്ട് നിൽക്കും. കാരണം യുദ്ധത്തെ ഭയന്ന്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നതായ പ്രതിസന്ധികളെ കുറിച്ച് യഹോവയായ ദൈവം മോശയോടാകട്ടെ ഇസ്രായേൽ മക്കളോടാകട്ടെ പറഞ്ഞില്ല. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ന്യായപ്രമാണമൊക്കെ ഏൽപ്പിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് ചെന്ന് അത് കൈവശമാക്കുവാനായിട്ട് പറയുമ്പോ അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് അറിയേണ്ടതിന് വേണ്ടി, ദൈവത്തിന് അറിയേണ്ടതിന് വേണ്ടിയല്ല, അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന്, അവരുടെ ശക്തി എന്താണെന്ന്, അവരുടെ ആൾബലം എന്താണെന്ന് ഇസ്രായേൽ മക്കൾ അറിയേണ്ടതിന് വേണ്ടി യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, 20 വയസ്സിന് മുകളിലോട്ട് യുദ്ധപ്രാപ്തി ഉള്ളതായ ആണുങ്ങളുടെ എണ്ണമെടുക്കുവാനായിട്ട് കൽപ്പിച്ചു. എന്തിനാ എണ്ണമെടുത്തതെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ശക്തിയെക്കുറിച്ച്, തങ്ങളുടെ ബലത്തെക്കുറിച്ച്, തങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അറിയാതിരുന്നതായ ജനം
ആ സ്വന്തമായിട്ടുള്ള അവരുടെ കഴിവെന്ത് എന്ന് മനസ്സിലാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ജനത്തിന്റെ എണ്ണമെടുക്കുവാനായി മോശയോട് കൽപ്പിച്ചത്. മോശ അത് പ്രകാരം എണ്ണമെടുത്തു. ആ എണ്ണമെടുക്കുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിൽ. അതാണ് ഒന്നാമത്തെ ജനസംഖ്യാ നിർണയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജനസംഖ്യാ നിർണയം സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോ ഈ ഒന്നാമത്തെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഏതാണ്ട് 600,000 ആൾക്കാർ, അല്ലെങ്കിൽ 6 ലക്ഷം ആൾക്കാർ യുദ്ധപ്രാപ്തരായിട്ടുണ്ട്. 6 ലക്ഷം ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംഖ്യയല്ല, ചെറിയ സൈന്യമല്ല. യുദ്ധപ്രാപ്തിയുള്ള, കരുത്തുള്ള, തന്റേടമുള്ള, ധൈര്യമുള്ള ഒരു കൂട്ടം, ഒരു വലിയൊരു കൂട്ടം അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതായ ധൈര്യം അവരുടെ ഉള്ളത്തിൽ കിട്ടിയത് കൊണ്ട് ഇനിയും എത്ര വലിയ ശത്രുവിന്റെ അടുക്കലേക്ക് പോകാനും ഭയപ്പെടേണ്ട എന്നുള്ളതായ ചിന്ത മോശ പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയത്തക്ക രീതിയിൽ മാനസികമായി എന്ത് ചെയ്തു? അവരെ പാകപ്പെടുത്തുകയാണ്. അപ്പോ ഒന്നാമത്തെ ജനസംഖ്യ എടുത്തു. അതിനുശേഷം നിങ്ങൾ പുറപ്പെട്ട് അത് കൈവശമാക്കുവാൻ പറഞ്ഞപ്പോ അവരവിടെ ഒരു വീഴ്ച വരുത്തിയതാണ് അവരെ 40 വർഷം അവിടെ മരുഭൂമിയിൽ പിടിച്ചു നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എബ്രായ പദം എന്ന് പറയുന്നത്, ഈ സംഖ്യാപുസ്തകത്തിന് എബ്രായ പദം അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ബെമിത്ബാർ എന്ന പദം ഉപയോഗിച്ചാണ്. ബെമിത്ബാർ എന്ന് പറഞ്ഞാൽ വിൽഡേർനെസ് എന്നാണ് അതിന്റെ അർത്ഥം. ഇൻ വിൽഡേർനെസ്, മരുഭൂമിയിൽ എന്നുള്ളതായ അർത്ഥം, ജനം മരുഭൂമിയിൽ എന്നുള്ളതായ അർത്ഥത്തിൽ ഈ പുസ്തകത്തിന് ബെമിത്ബാർ എന്നാണ് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഈ സംഖ്യാപുസ്തകത്തിന്റെ കാലപരിധി എന്ന് പറയുന്നത് ഏതാണ്ട് 40 വർഷം. 40 വർഷം എന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാമെങ്കിലും ശരിയായിട്ടുള്ളതായ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 38-39 ഇയേഴ്സ് ആണ് സംഖ്യാപുസ്തകത്തിന്റെ കാലപരിധി. പീരീഡ് ഓഫ് ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 38-39 വർഷങ്ങളാണ്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ എഴുത്തുകാരൻ മറ്റാരുമല്ല, മോശ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ എന്ന് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 36-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 36 വേഴ്സസ് 13 വായിക്കുമ്പോൾ അവിടെ മോശ അത് എഴുതി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിച്ചാട്ടെ. യെരിഹോവിനെതിരെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ഇവ തന്നെ. ഇനി അടുത്തത് നമുക്ക് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോ 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശ ഇസ്രായേൽ മക്കളോട് യഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചത് പോലെ ഒക്കെയും പറഞ്ഞു എന്ന് കാണുവാൻ കഴിയും. നീ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം വായിക്കുമ്പോഴോ അവിടെ വായിക്കുന്നത്, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോ മോശയോടെ യഹോവയായ ദൈവം എഴുതുവാൻ പറഞ്ഞതായ കാര്യങ്ങൾ നമുക്ക് എഴുതുവാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. എഴുതിയിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു മോശയുടെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ എഴുത്തുകാരൻ എന്ന് പറയുന്നത് മോശയാണ് എന്നുള്ളതാണ് പാരമ്പര്യം ഉറപ്പിക്കുന്നത്. ഇനിയും അതിനകത്തെ തീം എന്താണെന്ന് നോക്കാം. എന്താണ് അതിനകത്ത് തീം? പ്രധാനപ്പെട്ടതായ വിഷയം, ഇതിനകത്തെ പ്രധാനപ്പെട്ടതായ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ
വീണ്ടെടുപ്പ് പദ്ധതിയിലെ പ്രമേയമാണ്. അത് ഈ 3 പുസ്തകങ്ങളും, പുറപ്പാടും ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും തമ്മിൽ ഒന്നിച്ച് നാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് നിറവേറ്റപ്പെടുന്നതായ സന്ദർഭം നമുക്കിവിടെ കാണുവാൻ കഴിയും. എവിടെ നിന്നുള്ളതായ വീണ്ടെടുപ്പ്? 400 വർഷം മിസ്രൈമിന്റെ അടിമത്വത്തിലായി കിടന്നതായ ഇസ്രായേൽ മക്കളെ ആ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനുള്ളതായ പദ്ധതിയുടെ നിറവേറ്റപ്പെടുന്നതായ കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനെന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അവര് പെസഹ കുഞ്ഞാടിനെ അറുത്തു. പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ സംഹാരദൂതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. തിടുക്കത്തോടെ അന്ന് രാത്രിയിൽ തന്നെ അവരുടെ സകല സ്ഥാവര ജംഗമ സ്വത്തുക്കളുമായി, മക്കളും കൊച്ചുമക്കളുമായി, കന്നുകാലികളും മറ്റുള്ളതായ മൃഗസമ്പത്തുകളുമായി, അവർക്കുള്ളതായ സകല സമ്പത്തുമായി ആ രാത്രിയിൽ തന്നെ പുറപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ എന്നേക്കുമായി മിസ്രൈമിന്റെ ആ അടിമത്വത്തിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പ് അന്ന് സാധ്യമാകുവാനിടയായിട്ട് തീർന്നു എന്നാണ് നമുക്കറിയാം. 1-ാം മാസം, ആബീബ് മാസം 14-ാം തീയതി രാത്രിയിലാണ് ആ സംഭവം നിറവേറ്റപ്പെടുന്നത്. ഇനി ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോഴോ, ലേവ്യ പുസ്തകത്തിൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനം എന്ത് ചെയ്യുന്നു? ആ വീണ്ടെടുപ്പ് അവരുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായ ഒരു വലിയ ലിസ്റ്റ്, അനേക കൽപ്പനകളുടെ ഒരു ലിസ്റ്റ് അവർക്ക് നൽകുകയാണ്. ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ ആ പ്രവൃത്തിയിലേക്ക്, ആ വീണ്ടെടുപ്പിന്റെ ദൈവിക പദ്ധതിയുടെ ആ പൂർത്തീകരണത്തിലേക്ക്, അതിന്റെ പ്രായോഗികതയിലേക്ക് ഇസ്രായേൽ മക്കളെ നയിക്കുന്നതായ പുസ്തകമാണ് ലേവ്യ പുസ്തകം. എന്നാൽ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോഴോ, സംഖ്യാപുസ്തകത്തിലെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വീണ്ടെടുപ്പ് പരീക്ഷിക്കപ്പെടുകയും അത് അവരത് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതായ പ്രമേയങ്ങൾ നമുക്ക് സംഖ്യാപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. സംഖ്യാപുസ്തകത്തിൽ അത് അവർക്ക് ലഭിച്ചതായ വീണ്ടെടുപ്പ് പരീക്ഷിക്കപ്പെടുകയാണ്. പരീക്ഷിക്കപ്പെടുക മാത്രമല്ല, അത് അതിന്റെ സക്സസ്ഫുള്ളിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്കുള്ളതായ ആ പ്രവേശന കവാടത്തിലേക്ക് അവരെ എത്തിക്കുന്നതായ സംഭവമാണ് നമുക്ക് സംഖ്യാപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ പുറപ്പാട് പുസ്തകം വീണ്ടെടുപ്പ് നിറവേറ്റപ്പെടുന്നു. റിഡംഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ഇൻ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ്. റിഡംഷൻ അപ്ലൈഡ് ഇൻ ബുക്ക് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് റിഡംഷൻ ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്. നമുക്ക് ചില വാക്യങ്ങൾ അതോടൊതായ ബന്ധത്തിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. എന്റെ തേജസ്സും മിസ്രൈമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. യഹോവയായ ദൈവം അവരുടെ അനുസരണക്കേടിനെ അവരുടെ പ്രായോഗിക തലത്തിലേക്ക് ശിക്ഷയായി കൊണ്ടുവരികയാണ്. ദൈവം എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായി അനുസരിക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. എന്താണ് ആദ്യം അവർ കാണിച്ചതായ അനുസരണക്കേട്? അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതായി ഈ ജനം മരുഭൂമിയിൽ 40 വർഷം എന്തുകൊണ്ട് തമ്പടിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് ആ മരുഭൂമിയിൽ അവർ ചുറ്റി നടക്കേണ്ടി വന്നു? എന്തുകൊണ്ട് 40 വർഷത്തെ പരീക്ഷയിലും കഷ്ടതയിലും അവർ അകപ്പെടുവാനിടയായി? കാദേശ് ബർന്നയിൽ എത്തിയപ്പോ യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നേരിട്ട് ചെന്ന് കനാൻ ദേശം പിടിച്ചടക്കാനായിട്ട് പറഞ്ഞു. ദൈവം പറഞ്ഞതാണ്. ചെങ്കടൽ കിടക്കാൻ പറഞ്ഞു, ചെങ്കടൽ കിടന്നു. പെസഹ അറുക്കണമെന്ന് പെസഹ അറുത്തു. അവർ ഇതുവരെയും ദൈവത്തെ അനുസരിച്ച് വരികയാണ്. ചോദ്യം ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് മുറിവുറപ്പുണ്ടെങ്കിലും ദൈവത്തെ അവർ
അനുസരിച്ചു വരികയാണ്. അതിനെതിരായി ഒന്നും ചെയ്യുവാനായിട്ട് അവർ തയ്യാറായില്ല എന്ന് ചുരുക്കം. പക്ഷേ കാദേശ് ബർന്നയിലെത്തിയപ്പോ എന്താ സംഭവിച്ചത്? യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ കനാനിലേക്ക് കനാൻ ദേശം കൈവശമാക്കാനായിട്ട് പോകാനായിട്ട് പറഞ്ഞു. അപ്പോ ഇസ്രായേലിലെ മൂപ്പന്മാർ മോശയുടെ അടുത്ത് വന്നു. മോശയുടെ അടുത്ത് വന്നിട്ട് മൂപ്പന്മാർ പറഞ്ഞു, ദൈവം അങ്ങനെയൊക്കെ പറയും, നമ്മളിപ്പോ ഇത്രയൊക്കെയായി പ്രായമായി പക്വതയായി കുറെ നാളെങ്കിലും കുറച്ച് മാസങ്ങളെങ്കിലും നമ്മൾ മരുഭൂമിയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഇനി നമ്മള് കാര്യങ്ങളൊക്കെ ഏതാണ്ട് കാര്യത്തിന്റെ പരിസമാപ്തിയോടെ എടുക്കുകയാണ്. നമ്മൾ ഇത്രയും നാളും കണ്ണടച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇനി അങ്ങനെ കണ്ണടച്ചുകൊണ്ട് ചെയ്യരുത്. നമ്മൾക്ക് എന്ത് ചെയ്യണം? ബുദ്ധിയുണ്ടല്ലോ, നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, നമുക്ക് കഴിവുണ്ടല്ലോ, അതും കൂടെ പ്രയോഗിക്കണം. അവരെന്താ മോശയോട് പറഞ്ഞത്? ഒരു കാര്യം ചെയ്, നമ്മൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്തെ കുറിച്ച് നമുക്ക് ഒരു വിവരമില്ല. അവിടെ ആരാ താമസിക്കുന്നതെന്നും എത്ര പേരുണ്ടെന്നും ആൾക്കാർ എങ്ങനെയുണ്ടെന്നും ദേശം എങ്ങനെയുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്, കുറച്ചു പേരെ തെരഞ്ഞെടുത്തിട്ട് അവരെ ആ ദേശത്തേക്ക് വിട്. ആ ദേശത്തേക്ക് വിട്ടിട്ട് അവര് പോയി ദേശം ഒറ്റുനോക്കി വരട്ടെ. അവരുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ഫർദർ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കാം. ഇതാണ് അവർ ചെയ്തതായ കാര്യം. മനസ്സിലാക്കേണ്ടത്, അവിടെ ആരംഭിക്കുകയാണ് അവരുടെ തോൽവി. ഒരു ദൈവ പൈതൽ വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവം പറയുന്നതായ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അതിനനുകൂലമായി അത് ചെയ്തെടുക്കേണ്ടതിന് നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളെ അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്ന്, ആ എബ്രായ പദത്തിന്റെ അർത്ഥമെന്ന് നാം പഠിച്ചിട്ടുള്ളതാണ്. കേൾക്കുന്ന കാര്യങ്ങളിൽ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് യമുനാഖ് എന്ന് പറയുന്ന വിശ്വാസം എന്ന എബ്രായ പദത്തിന്റെ സമൂലമായ അർത്ഥം. ഇവിടെ ദേശം കൈവശമാക്കും, ഞാൻ നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതായ ആ ദൈവിക വാഗ്ദത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കൽപ്പന അത് സ്വീകരിച്ചിട്ട് അത് ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് അത് കടന്നു ചെന്നിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ നേരിട്ട് കനാൻ ദേശത്തേക്ക് പോകുവാനായിരുന്നു ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിന് പകരം എന്താ ചെയ്തത്? അവരുടെ പ്രവൃത്തി അതിലേക്ക് കൊണ്ടുവരുവാൻ സമ്മതിക്കാതെ, അവരുടെ ഇന്ദ്രിയങ്ങളെ ആ പ്രവൃത്തിയുടെ പദത്തിലേക്ക് കൊണ്ടുവരുവാൻ അനുവദിക്കാതെ, അവരുടെ ബുദ്ധി അതിനകത്തേക്ക് ചെലുത്തുവാൻ, അവരുടെ ഇതുവരെയുള്ളതായ യാത്രയുടെ പരിചയ സമ്പത്ത് അതിലേക്ക് കലർത്തുവാൻ അവർ തുനിഞ്ഞത് കൊണ്ട് 12 പേരെ മോശയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു. ആ 12 പേരെ 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ വീതം മോശ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്തു? കനാൻ നാട്ടിലേക്ക് അയക്കുവാനായിട്ടിടയായി. അവർ 40 ദിവസം കനാൻ ദേശമാകെ ചുറ്റു സഞ്ചരിച്ചു. കനാൻ ദേശം ചുറ്റു സഞ്ചരിച്ചിട്ട് അവിടെ ഉള്ളതായ കാർഷിക വിളവുകൾ അവര് മരുഭൂമിയിലേക്ക് മോശയുടെ അടുത്ത് കൊണ്ടുവരികയാണ്. പറിച്ചെടുത്തതായ ഒരു മുന്തിരിക്കൊല 2 പേർ തണ്ട് കെട്ടി ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഒരു മുന്തിരിക്കൊല 2 പേർ ചുമക്കത്തക്ക രീതിയിലുള്ള വലിയ ഭീകരങ്ങളായ മുന്തിരിക്കൊലകളാണ്. അതുപോലെയുള്ളതായ കാർഷിക വിളവുകളാണ് കനാൻ നാട്ടിലുള്ളത് എന്ന് പറഞ്ഞ് അവരത് കൊണ്ടുവരുന്നതോടൊപ്പം അതിനേക്കാൾ അല്പം കൂടെ കടത്തി അവര് പറഞ്ഞു, അവിടുത്തെ ജനമെന്ന് പറയുന്നത് ആജാനുബാഹുക്കളാണ്. അവരുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോ അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടുക്കിളികളെ പോലെ തോന്നി. ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവിടെയുള്ളതായ ജനമെന്ന് പറയുന്നത് കനാന്യ ജനമെന്ന് പറയുന്നത് കാർണിവൽസ് ആണ്, എന്ന് പറഞ്ഞാൽ നരഭോജികളാണ്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തതും ഏറ്റവും വെറുക്കുന്നതായ കാര്യമാണ് മനുഷ്യനെ കൊല്ലുക എന്നുള്ളത്. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരിക്കലും ദൈവത്തിന്റെ പ്രമാണം അവർക്ക് കൊടുക്കുമ്പോ
ദൈവം അത് കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ കാലത്തെ വസിച്ചിരുന്നതായ കനാന്യരുടെ പാപം അതിന്റെ പൂർണ്ണതയിലെത്തുന്നതിന് വേണ്ടി ദൈവം കാത്തിരുന്നതായ പിരീഡാണ് ഇസ്രായേൽ ജനം ഇസ്രായേലിൽ വെച്ച് ഒരുക്കപ്പെട്ടുകൊണ്ടിരുന്നതായ 400 വർഷം. കനാന്യരുടെ പാപം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോ യഹോവയായ ദൈവം തന്റെ ജനത്തെ നിയോഗിച്ചത് ഈ കാർണിവൽസ് ആയിരിക്കുന്ന നരഭോജികളായിരിക്കുന്ന ഈ ജനത്തെ ഒന്നടങ്കം കൊന്നുകളയണമെന്നുള്ളതാണ്. നരഭോജിത്വം മാത്രമല്ല അവരുടെ പാപം. അവര് ലോകത്തിലെ ഏറ്റവും അശ്ലത്വകരമായ പാപം മനുഷ്യൻ മനുഷ്യനുമായി ചെയ്യുന്നതോടൊപ്പം മനുഷ്യൻ മൃഗങ്ങളുമായി ചെയ്ത് മൃഗങ്ങൾക്ക് തീരാരോഗമായി, അതുമൂലം മനുഷ്യന് തീരാരോഗം കടന്നു വരുവാനിടയായി എല്ലാ തരത്തിലും ദേശം അശുദ്ധ മ്ലേച്ഛകരമായ രീതിയിലേക്ക് മാറി. ഭൂമി ദൈവത്തിൻ്റെതാണെന്ന് ഓർക്കണം. ഭൂമി തെക്ക് നിന്ന് വടക്ക് വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും അത് ദൈവത്തിന്റെ ഭൂമിയാണ്. മനുഷ്യന് സ്വന്തമായി ഉണ്ട് എന്ന് പറയുവാൻ അതിനകത്തൊന്നുമില്ല. അത് ദൈവത്തിൻ്റെതാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യനത് വിശുദ്ധമായി സൂക്ഷിക്കണം. മനുഷ്യനത് ദൈവിക പ്രവൃത്തിക്കായി ഒരുക്കണം. മനുഷ്യനത് ദൈവിക ഉദ്ദേശ നിവർത്തീകരണത്തിനായി ഉപയോഗിക്കണം. ഉപയോഗിക്കാൻ വേണ്ടിയാണ് മനുഷ്യന് ഭൂമി തന്നിരിക്കുന്നത്. അതിനു പകരം എന്താ ചെയ്തത്? ദേശം അശുദ്ധമാകുവാനിടയായി അശുദ്ധമാക്കിയതായ ആ ജനത്തെ നിർമൂലനം ചെയ്യണമെന്നുള്ളത് നീതിമാനായ ദൈവത്തിന്റെ നീതിയാണ്. ആ നീതി തന്റെ ജനമായ ഇസ്രായേലിൽ കൂടെ നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടിയാണ് കനാനിനെ നശിപ്പിക്കുവാൻ ദൈവം ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ കൂട്ടിക്കൊണ്ടുവന്നതായ ആ ഉദ്ദേശം കനാന്യരെ നിഗ്രഹിക്കുവാൻ കഴിയത്തില്ല. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടുക്കിളികളെ പോലെ തോന്നി എന്ന് പറഞ്ഞ് അവരെ വലിയവരായി കണ്ട് അവരെ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അവരുടെ ബുദ്ധി, അതായത് ഇസ്രായേൽ മൂപ്പന്മാരുടെ ബുദ്ധി പറഞ്ഞ് ഇസ്രായേൽ മക്കളെ കഠിനമായ നിരാശയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ദൈവത്തിനത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവരെ മരുഭൂമിയിൽ ആ തലമുറ, അവിശ്വസിച്ചതായ ആ തലമുറ, ദൈവത്തിന്റെ പ്രവൃത്തി നിവർത്തീകരിക്കുവാൻ വിമുഖത കാണിച്ചതായ ആ തലമുറ മുഴുവൻ നശിച്ചു പോകുന്നതുവരെ, ആ തലമുറ മുഴുവനും ആ മരുഭൂമിയിൽ ഒടുങ്ങുന്നതുവരെ ആ മരുഭൂമിയിൽ അവർ ഉഴന്നു പാർക്കണമെന്ന് ദൈവം അവരെ കുറിച്ച് നിശ്ചയിപ്പാനിടയായി. അതാണ് 40 വർഷം അവരവിടെ ഉഴലുവാനിടയായിട്ട് തീർന്നത്. അല്ലാതെ കനാന്യരെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവം എന്തൊരു ക്രൂരനാണ്, ദൈവം എന്തൊരു ദുഷ്ടനാണ്, മനുഷ്യരെ നശിപ്പിക്കുവാൻ എത്രത്തോളം ദയയില്ലാത്തവനാണോ. പഴയ നിയമത്തിലെ ദൈവം ഒട്ടും ദയ കാണിക്കാത്തവനും പുതിയ നിയമത്തിലെ ദൈവം ദയാപരനും കരുണാസമ്പന്നനുമാണ് എന്ന് വിചാരിക്കുന്ന ആ ധാരണ വളരെ തെറ്റാണ്. പഴയ നിയമത്തിലെ അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലും. ദൈവത്തിന് തന്റെ സ്വഭാവം മാറ്റുവാൻ കഴിയുകയില്ല. ദൈവത്തിന് തന്നെ സ്വഭാവം മാറ്റുവാൻ കഴിയുകയില്ല. മനുഷ്യന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ ചില കർത്തവ്യങ്ങളുണ്ട്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഭൗതിക ചുറ്റുപാട്, തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ഭൂമിയും അതിന്റെ കാര്യങ്ങളും ദൈവത്തിന്റെ ഹിതപ്രകാരം നോക്കണം, ദൈവത്തിന്റെ ഹിതപ്രകാരം സൂക്ഷിക്കണം. അതാണ് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില പരിമിതികളുണ്ട്, ചില ബൗണ്ടറികളുണ്ട്. ഔദ്യോഗിക സംബന്ധമായി, കുടുംബ സംബന്ധമായി, തലമുറ സംബന്ധമായി, അതാത് സ്വത്തുക്കളുടെ അല്ലെങ്കിൽ ഭൗതിക സമ്പത്തിന്റെ ബൗണ്ടറികളായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശാലമായതോ ചുരുക്കമായതോ ആയതായ ദൈവിക ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളുണ്ട്.
അതിന്റെ കസ്റ്റോഡിയൻസ് മാത്രമാണ് നമ്മൾ. അത് ദൈവഹിത പ്രകാരം എങ്ങനെ സൂക്ഷിക്കുന്നു, അത് ദൈവഹിത പ്രകാരം എങ്ങനെ വിനിമയം ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് നോക്കുന്നതായ കാര്യങ്ങൾ. 10 സെന്റ് പുരയിടമേ ഉള്ളൂവെങ്കിൽ ആ 10 സെന്റ് പുരയിടം ദൈവ വിഷയമായി നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അനീതിപരമായിട്ടല്ല, അത് നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന്റെയും ആവശ്യത്തിന് വേണ്ടി അത് നിർവഹിക്കുമ്പോൾ തന്നെ അതിൽ ദൈവ ഹിതപ്രകാരമല്ലാത്തതായ കാര്യങ്ങൾ അതുമൂലം സംഭവിക്കുവാൻ പാടില്ല. നമുക്കൊരു ഉദ്യോഗം തന്നിട്ടുണ്ട്. ആ ഉദ്യോഗത്തിൽ നിന്ന് നമുക്ക് തരുന്നതായ ഭൗതിക നന്മ ദൈവിക കാര്യപ്രാപ്തി, ദൈവഹിതത്തിനായി തീരത്തക്ക രീതിയിൽ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ അവിശ്വസ്തത വരുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അത് അവിശ്വസ്തത കൂടിക്കൂടി ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ദൈവം അതിന്മേൽ എന്ത് ചെയ്യും? ഒരു കൺട്രോളിങ് അയക്കും, ഒരു നിയന്ത്രണം അയക്കും. ചിലപ്പോ അവിടെ ദൈവത്തിന്റെ കരം നമുക്ക് ഭാരമായി തീരത്തക്ക വിധത്തിൽ വെളിപ്പെടുമ്പോൾ തിരിഞ്ഞു ചിന്തിക്കണം, എന്താണ് നാം എവിടെയാണ് അത് നമ്മുടെ ഇഷ്ടപ്രകാരം വിനിയോഗിച്ചത് എന്ന് നാം ചിന്തിക്കണം. ദൈവം ഏൽപ്പിച്ചത് ദൈവഹിത പ്രകാരം വിനിയോഗിപ്പാൻ നാം കടപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വമെന്ന് നാം അറിയണം. ഇത് അവരുടെ ജീവിതത്തിൽ മരുഭൂമിയിൽ ദൈവം അവരെ പരീക്ഷിക്കുവാനായിട്ടിടയായി. ആ പരീക്ഷയിൽ അവർ തോറ്റുപോയത് കൊണ്ടാണ് തുടർന്നുള്ളതായ 40 വർഷം അവര് അവിടെ നിൽക്കുവാൻ, അവിടെ കഴിയുവാനായിട്ട് അല്ലെങ്കിൽ മരുഭൂമിയിൽ കഴിയുവാനായിട്ടിടയായിട്ട് തീർന്നത്. പുറപ്പാട് പുസ്തകം വീണ്ടെടുപ്പും നിറവേറ്റപ്പെടുന്നത് കാണിക്കുകയാണ്. നമ്മളത് ചിന്തിച്ചല്ലോ. വീണ്ടെടുപ്പ് കേവലം അടിമത്വത്തിൽ നിന്നുള്ളതായ മോചനമല്ല, മറിച്ച് ദൈവകൃപയാലും ദൈവിക കരുതലിനാലും ഉടമ്പടി വിശ്വസ്തതയാലും നിലനിർത്തപ്പെടുന്നതാണ് വീണ്ടെടുപ്പ്. അല്ലെങ്കിൽ നിലനിർത്തപ്പെടുന്ന വാഗ്ദത്ത അവകാശത്തിലേക്കുള്ളതായ വിശ്വാസ യാത്രയാണ് വീണ്ടെടുപ്പ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ വീണ്ടെടുപ്പിന്റെ ഇനിഷ്യൽ സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? പാപത്തിൽ നിന്നുള്ളതായ രക്ഷ എന്ന് പറയുന്നത്. ചെയ്തതായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല, പാപം ചെയ്യാതിരിക്കത്തക്ക വിധം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നതും വീണ്ടെടുപ്പിന്റെ ആദ്യത്തെ പടിയാണ്. അങ്ങനെ വീണ്ടെടുപ്പ് പ്രാപിച്ചതായ ദൈവജനത്തിന്റെ വീണ്ടെടുപ്പ് ഇവിടെ പൂർത്തീകരിക്കുന്നില്ല. വീണ്ടെടുപ്പിന്റെ ആദ്യ ചുവടിലേക്ക് എത്തിയതേ ഉള്ളൂ. പിന്നെ അടുത്ത പ്രോസസ് എന്താണ്? അത് ദൈവിക കരുതലും ദൈവിക ഉടമ്പടിയുടെയും വെളിച്ചത്തിൽ വാഗ്ദത്ത ദേശത്തിലേക്കുള്ളതായ ഒരു വിശ്വാസയാത്രയാണ്. അതാണ് സംഖ്യാപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കുഞ്ഞാട്ട് വ്യക്തിത്വത്താൽ വീണ്ടെടുക്കപ്പെട്ട് പ്രമാണമേറ്റെടുത്ത് വചനത്തിന്റെ കീഴിൽ അവർ വന്നു കഴിഞ്ഞു. ഇനി അവരെന്താ ചെയ്യേണ്ടത്? ആ വാഗ്ദത്ത ദേശത്ത് എത്തുന്നിടം വരെ ദൈവത്തിന്റെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം. 2, ദൈവം അവരെ നടത്തുന്നതായ ദൈവ കൃപയിൽ അവരെ ആശ്രയിക്കണം. വിശ്വാസത്താൽ മുമ്പിൽ ഒരു വാഗ്ദത്ത ദേശമുണ്ട്, കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് എന്നുള്ളതായ വിശ്വാസത്തോടു കൂടിയുള്ളതായ ആ ലക്ഷ്യത്തിലേക്കുള്ളതായ യാത്ര. ഇതാണ് വീണ്ടെടുപ്പിന്റെ ഒരു ചിത്രം. പുതിയ നിയമവിശ്വാസികളായ നാം റിഡംഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റിഡംഷന്റെ 3 കാലങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു. ഇനിയും അത് മുതൽ നമ്മുടെ വാഗ്ദത്ത ദേശമായ സ്വർഗീയ കനാനിൽ എത്തുന്നിടം വരെ നമുക്കൊരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. ഒന്നുകിൽ നമ്മുടെ ആയുസിന്റെ അവസാനം വരെ, നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നിടം വരെ. ഇതിനിടയ്ക്കുള്ളതായ സമയം എന്താണ്? വിശ്വാസം മൂലമുള്ളതായ അവകാശത്തിലേക്കുള്ളതായ യാത്രയാണ്. ഈ യാത്രക്കിടയ്ക്ക്
വരുവാൻ സാധ്യതയുള്ളതായ കുഴച്ചിലുകളുണ്ട്, വരുവാൻ സാധ്യതയുള്ളതായ യുദ്ധങ്ങളുണ്ട്, വരുവാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങളുണ്ട്, വരുവാൻ സാധ്യതയുള്ളതായ ഞെരുക്കങ്ങളുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു പിക്ചറാണ് സംഖ്യാപുസ്തകത്തിലെ 40 വർഷത്തെ ഇസ്രായേൽ മക്കളുടെ യാത്ര. അതുകൊണ്ട് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കേവലം അടിമത്തത്തിൽ നിന്നുള്ളതായ മോചനമല്ല, മറിച്ച് ദൈവകൃപയാലും കരുതലിനാലും ഉടമ്പടി വിശ്വസ്തതയാലും നിലനിർത്തപ്പെടുന്ന വാഗ്ദത്ത അവകാശത്തിലേക്കുള്ള വിശ്വാസയാത്രയാണ് എന്നുള്ളതായ ഗൗരവമായ കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. 2 ജനസംഖ്യാ കണക്കുകളെ കുറിച്ച് നമ്മൾ സംഖ്യാപുസ്തകത്തിലെ കാര്യം പറഞ്ഞല്ലോ. അത് 25 ആ ജനസംഖ്യയുടെ ആ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഖ്യാപുസ്തകത്തെ നമുക്ക് 2 പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളായി തിരിക്കാം. ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ജനസംഖ്യ എടുപ്പ് അല്ലെങ്കിൽ കണക്കെടുപ്പ് വരുന്നത് 1-ാം അധ്യായത്തിലാണ്. 2ാമത്തെ സെൻസസ് വരുന്നത് ചാപ്റ്റർ 26-ലാണ്, 26-ാം അധ്യായത്തിലാണ്. അപ്പൊ 1 മുതൽ 25 വരെയുള്ളതായ അധ്യായങ്ങൾ ഒരു ഭാഗമായും 26 മുതൽ 36 വരെയുള്ളതായ അധ്യായങ്ങൾ 2ാമത്തെ ഭാഗമായും ചിന്തിക്കണം. ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ 2 കാലഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 1-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതൊരു പഴയ തലമുറയെ കുറിക്കുകയാണ്. 2ാമത്തെ കാലഘട്ടം അല്ലെങ്കിൽ 2ാമത്തെ സെൻസസ് വരുന്നത് ആ 1-ാമത്തെ തലമുറ മുഴുവനും ആ 20 വയസ്സിന് മുകളിലോട്ടുള്ളതായ സകലവരും മരിച്ചതിന് ശേഷം പുതിയൊരു തലമുറ ആ സ്ഥാനത്തുണ്ടാകുവാനിടയായി. ആ തലമുറയുടെ കണക്കാണ് 2ാമത്തെ സെൻസസിൽ വരുന്നത്. അപ്പോ പഴയ തലമുറയും പുതിയ തലമുറയും എന്നുള്ളതായ ആ 2 ഭാഗങ്ങളായി ഈ സംഖ്യാപുസ്തകം തലമുറയെ തിരിക്കുകയാണ്. പുതിയ ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് 26-ാം അധ്യായത്തിൽ എടുക്കുന്നതായ കണക്ക് പുതിയ തലമുറയുടെ കണക്കുകളാണ്. ആ പുതിയ അവിടെ യോശുവ തൊട്ടടുത്ത് തന്നെ ആ കണക്കെടുപ്പിന് ശേഷം മോശയുടെ മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് യോശുവയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. പിന്നെ യോശുവയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വാഗ്ദത്ത ദേശം കൈവശമാക്കേണ്ടതിന് വേണ്ടി. അപ്പം സംഖ്യാപുസ്തകത്തിന്റെ 2 പ്രധാനപ്പെട്ടതായ ഭാഗങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഈ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകത്തിലെ പ്രധാനപ്പെട്ടതായ ഈവൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 22 സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ യാത്രയിലെ പ്രധാനപ്പെട്ടതായ സംഭവങ്ങളാണ്. ആ പ്രധാനപ്പെട്ടതായ സംഭവങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചു പോകാം. അത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിപ്പാൻ എനിക്ക് താല്പര്യമില്ല. അത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോകാം. ചിലത് മാത്രമേ ഞാൻ ഇന്ന് തീർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. തീരുന്നിടത്തോളം തീർക്കാം. 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 1 മുതൽ 4 വരെ ഉള്ളതായ ഭാഗമാണ്. അത് സെൻസസ് ആൻഡ് ക്യാമ്പ് ഓർഗനൈസേഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഏതാണ്ട് 30-നും 60-നും ലക്ഷത്തിനിടയ്ക്കുള്ളതായ വലിയൊരു ജനമാണ് ആ മരുഭൂമി ഉണ്ടായിരുന്നത്. 6 ലക്ഷം എന്ന് പറയുന്നത് 20 വയസ്സിന് മുകളിലോട്ട് യുദ്ധപ്രാപ്തരായ ആണുങ്ങളുടെ മാത്രം എണ്ണമാണ് സെൻസസിൽ ഉൾപ്പെട്ടതായ 6 ലക്ഷം പേർ. അപ്പോ അത് കൂടാതെ അവരുടെ വയസ്സായ അപ്പനും അമ്മയും കാണാം. ഓരോ കുടുംബത്തിലും യഹൂദ കുടുംബമായതുകൊണ്ട് മക്കളുടെ എണ്ണം അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകൾക്കൊക്കെ അതീതമാണ്. എല്ലാം കൂടെ കണക്കെടുക്കുമ്പോൾ 30-നും 60-നും ലക്ഷത്തിനിടയ്ക്കുള്ളതായ ഒരു വലിയ ജനമുണ്ട്. ആ ജനത്തെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ഈ 40 വർഷവും ഒരൊറ്റ സ്ഥലത്തല്ല അവർ താമസിച്ചത്.
അനേക ഇടങ്ങളിൽ പാളയമടിക്കുവാൻ ദൈവം അവരെ നിർബന്ധിക്കുകയാണ്. സീനായി മലയുടെ ചുറ്റിനും അവർ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് അവരുടെ ആ യാത്ര എന്ന് ചോദിച്ചാൽ, അവരുടെ ജേണി ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓൺ ദി ടബർനാക്കിൾ. ടബർനാക്കിളിന്റെ മുകളിലുള്ളതായ ദൈവിക സാന്നിധ്യമാണ് ആ യാത്ര നിർണയിക്കുന്നത്. അവരോട് പറഞ്ഞിട്ടുണ്ട്, സമാഗമന കൂടാരത്തിന്റെ മുകളിൽ എന്റെ മേഘം കാണും. ആ മേഘം എപ്പോ പൊങ്ങുന്നുവോ അപ്പോഴെന്ത് ചെയ്യണം? പാളയത്തിന്റെ കൂടാരങ്ങളുടെ കുറ്റി നിങ്ങൾ ഊരണം. ആ മേഘം എങ്ങോട്ടാണോ പോകുന്നത് ആ മേഘത്തിന്റെ പുറകെ നിങ്ങൾ പോകണം. നിങ്ങൾ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ താവളം അടിക്കാനായിട്ട് പറ്റത്തില്ല. അതിനൊരു കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കും there is an order, ഒരു ക്രമമുണ്ട്. ദൈവം ആ ക്രമം തെറ്റിക്കുന്ന ദൈവമേ അല്ല. ക്രമം തെറ്റുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കുകയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമമുണ്ട്, ആരാധനയിൽ ക്രമമുണ്ട്, പ്രാർത്ഥനയിൽ ക്രമമുണ്ട്, കുടുംബജീവിതത്തിൽ ക്രമമുണ്ട്, സഭാജീവിതത്തിൽ ക്രമമുണ്ട്, സോഷ്യൽ ലൈഫിൽ ക്രമമുണ്ട്, സാമ്പത്തിക വിഷയത്തിൽ ക്രമമുണ്ട്. ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും എന്തുണ്ട്? there is order. ദൈവത്തിന്റെ ഓർഡർ അതിനകത്തുണ്ട്. ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ ക്രമമുണ്ട്. ആ ക്രമം തെറ്റാതെ വേണം യാത്ര ചെയ്യുവാൻ. ഇവിടെ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? നോക്കൂ, ആ പാളയത്തിന്റെ ഇസ്രായേൽ മക്കൾ ഏതാണ്ട് ഇത്രയും വലിയ ജനമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ജനം ഇങ്ങനെ മരുഭൂമിയിൽ പരന്നിങ്ങനെ കിടക്കുക. അതിന്റെ ഒരു സ്കൈ വ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അവർ അടിച്ചിരിക്കുന്നതായ വലിയ ആ പാളയത്തിന്റെ ഒത്ത നടുക്കായിട്ട് സമാഗമന കൂടാരമുണ്ട്. ഒത്ത നടുക്ക് സമാഗമന കൂടാരമാണ്. ആ സമാഗമന കൂടാരത്തിന്റെ 4 ഭാഗത്തുമായിട്ട് ലേവിയ ഗോത്രം മുഴുവനും ആ സമാഗമന കൂടാരത്തോട് ചേർന്ന് 4 ഭാഗങ്ങളിലുമായിട്ട് തമ്പടിച്ചിരിക്കുക. അപ്പൊ സമാഗമന കൂടാരത്തോട് ചേർന്ന് ചുറ്റോട് ചുറ്റും ലേവി ഗോത്രമുണ്ട്. ലേവിക്ക് 3 മക്കളാണെന്ന് നമുക്കറിയാം. ആ 3 മക്കളുടെ സന്തതി പരമ്പരകളാണ് ലേവിയ ഗോത്രക്കാർ. ആ ലേവിയ ഗോത്രക്കാർ പൗരോഹിത്യ ഗോത്രമാണ്. അതുകൊണ്ട് അവർ സമാഗമന കൂടാരത്തോടടുത്ത് അതിന്റെ ചുറ്റിനും പാർക്കുകയാണ്. ലേവിയ ഗോത്രത്തെ മാറ്റി നിർത്തിയാൽ വീണ്ടും കൊണ്ട് 12 ഗോത്രങ്ങൾ. എങ്ങനെ 12 ഗോത്രം വന്നതെന്ന് നമുക്കറിയാം. യോസഫിനെ 2 ഗോത്രമായിട്ടാണ് എണ്ണിയത്, എബ്രയും മനശ്ശെയും. അപ്പോൾ ലേവി ഗോത്രം യഹോവയ്ക്കായി മാറിയപ്പോ യോസഫിന്റെ മക്കളെ 2 സെപ്പറേറ്റ് ട്രൈബായിട്ട് എണ്ണി, ഗോത്രമായിട്ട് എണ്ണിയത് കൊണ്ട് വീണ്ടും 12 ഗോത്രങ്ങളായി. ഈ 12 ഗോത്രങ്ങളിൽ 3 ഗോത്രമായി 4 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഈ 3 ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തിന്റെ കിഴക്കു ഭാഗത്ത് 3 ഗോത്രങ്ങൾ പാളയമെടുത്തിരിക്കും. അതിൽ മുമ്പിൽ ഏത് ഗോത്രമാണെന്നുള്ള കാര്യം സംഖ്യാപുസ്തകത്തിൽ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തും 3 ഗോത്രങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പടിഞ്ഞാറ് ഭാഗത്തും നാം പിടിച്ചിട്ടുണ്ട്. തെക്കു ഭാഗത്തും വടക്കു ഭാഗത്തും അതുപോലെ 3 ഗോത്രങ്ങൾ വെച്ച് 12 ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തിന് ചുറ്റിനുമുണ്ട്. അവരുടെ എല്ലാവരുടെ നോട്ടം എവിടെ നിന്നറിയാമോ? എല്ലാവരുടെയും നോട്ടം സമാഗമന കൂടാരത്തിന്റെ മുകളിലേക്കാണ്. അപ്പൊ ഇസ്രായേൽ മക്കൾ, മരുഭൂമിയിലെ ജനം യാത്ര ചെയ്യുമ്പോൾ അവരുടെ നോട്ടം എന്ന് പറയുന്നത് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുന്നത് മുകളിലാണ്. കാരണം എപ്പോഴാണ് മേഘം പൊങ്ങുന്നതെന്ന് അറിയത്തില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിശാച് കർത്താവിനെ പരീക്ഷിച്ചപ്പോ
കർത്താവിനെ എന്ത് ചെയ്തു? ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് താഴേക്ക് കാണിച്ചു. താഴെയുള്ളതായ ലോകത്തിന് സകല മനോഹാരിതയും കാണിച്ചു. താഴെ എന്തുകൊണ്ട്? ലോകത്തിന്റെ മനോഹാരിതയുണ്ട്. ഈ ലോകത്തിന്റെ മനോഹാരിത കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് കണ്ണുയർത്താൻ ബുദ്ധിമുട്ടാണ്. താഴെയുള്ളതായ മനോഹാരിതയും താഴെയുള്ളതായ ആഡംബരങ്ങളും താഴെയുള്ളതായ സുഖസൗകര്യങ്ങളും താഴെയുള്ളതായ ലക്ഷറി ലൈഫും കണ്ടാൽ പിന്നെ മുകളിലേക്ക് നോക്കുന്നത് വളരെ പ്രയാസം. ദൈവം അത് മനസ്സിലാക്കി മരുഭൂമിയിലായിരുന്നതായ ദൈവജനത്തോട് പറഞ്ഞേക്കുന്നത്, മേഘം പൊങ്ങുമ്പോ നിങ്ങൾ പാളയത്തിന്റെ കുറ്റി ഊരണം. അപ്പൊ മേഘം പൊങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ അവർ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവരുടെ നോട്ടം എപ്പോഴും സമാഗമന കൂടാരത്തിന്റെ മുകളിലെ മേഘത്തിലാണ്. ഇനിയും മേഘം പൊങ്ങുമ്പോ എന്ത് ചെയ്യണം? ലേവി ഗോത്രക്കാരെല്ലാവരും വന്ന് സമാഗമന കൂടാരത്തിന്റെ കുറ്റിയൂരി അതിന്റെ മറശീലമടക്കി അതാത് കുടുംബങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അനുസരിച്ച് സമാഗമന കൂടാരത്തിന്റെ പണി അവർ ചെയ്തോളൂ. ബാക്കി ഗോത്രങ്ങൾ എല്ലാവരും പുറപ്പെടാൻ തയ്യാറായി നിന്ന് മേഘം പോകുമ്പോ മേഘത്തെ നോക്കിയാണ് അവരുടെ യാത്ര. അവരുടെ യാത്ര താഴെ എന്തുണ്ടെന്ന് നോക്കിയല്ല. അവരുടെ യാത്ര എന്ന് പറയുന്നത് മേഘത്തെ നോക്കിയ യാത്ര. നാം മരുഭൂമി യാത്രയിലാണ്. പുതിയ നിയമവിശ്വാസികളായ നാം എല്ലാവരും മരുഭൂമിയിലെ യാത്രക്കാരാണ്. മരുഭൂമിയിലെ യാത്രക്കാർ എങ്ങനെ യാത്ര ചെയ്യണം? മുകളിലേക്ക് നോക്കി യാത്ര ചെയ്യണം. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഉയരങ്ങളിലായിരിക്കണം. പകരം നമ്മുടെ കണ്ണുകൾ എവിടെയാണ്? നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളും അതിന്റെ ഉന്നമനങ്ങളും അതിന്റെ നന്മയും അതിന്റെ സുഖസൗകര്യങ്ങളും അതിന്റെ ആഡംബരങ്ങളും അതിന്റെ സന്തോഷവുമാണ്. അത് ദൈവജനത്തിന് ദോഷകരമായി തീരുമെന്ന് മറന്നു പോകരുത്. തൽക്കാലം ഞാൻ എന്റെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. മരുഭൂമിയിലായിരിക്കുന്നതായി ദൈവജനത്തെ, ആ ഇസ്രയേൽ ജനത്തെ, അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ മരുഭൂമിയിലായിരിക്കുന്നതായി ജനത്തെ വിളിക്കുന്ന പേര് മരുഭൂമിയിലെ സഭ എന്നാണ്. ആ മരുഭൂമിയിലെ സഭ എങ്ങനെയാണോ അവരുടെ യാത്ര ചെയ്തത്, ആ യാത്ര നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒഴിച്ചു നിർത്തേണ്ടതിനെ ഒഴിച്ചു നിർത്തി, മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തി, അനുഗമിക്കേണ്ടതിനെ അനുഗമിച്ച്, പിൻപറ്റേണ്ടതിനെ പിൻപറ്റി, അരുമനാഥൻ തന്നിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, ആ കനാൻ നാട്ടിലേക്ക് യാത്ര എത്തുവാൻ, ആ യാത്ര പൂർത്തീകരിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തയെ അവസാനിപ്പിക്കുകയാണ്.